നിന്നെ ആരൊക്കെ നിന്നെ പുറത്താക്കിയാലും, ആരൊക്കെ നിന്നെ എതിർത്താലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ വിളിച്ച, നിന്നെ കണ്ടത് ഞാനാണെങ്കിൽ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ, യേശു പറയുന്നു നിന്നെ സൗഖ്യമാക്കിയത് ഞാനാണെങ്കിൽ, എന്റെ കരം നിന്റെ കൂടെയുണ്ട്. വെല്ലുവിളികളിലൂടെ, അപമാനങ്ങളിലൂടെ കടന്നുപോയ ക്രിസ്തു ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവനെ കാണുകയാണ്. പിറവിയിലെ കുരുടനെ കാണുകയാണ്. 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഈ കുരുടന്. 3 പ്രത്യേകതകൾ. ഒന്ന്, ഇവൻ ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. 2, ഇവൻ വേഗത നഷ്ടപ്പെട്ടവനായിരുന്നു. 3, ഇവൻ പുതുമ നഷ്ടപ്പെട്ടവനായിരുന്നു. 1, എല്ലാം ഉണ്ടായിരുന്നിട്ട് ഇവന്റെ ഭാവി ഇവന് നഷ്ടപ്പെട്ടിരുന്നു. ഇവന്റെ സാഹചര്യം ഒന്ന് നോക്കണം. 1, ഇവൻ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, ഇവന് സ്വന്തമായി വീടുണ്ടായിരുന്നു. ഇനി ഇവൻ വലിയ പുള്ളിയാന്നുള്ളതിന്റെ തെളിവാ യോഹന്നാൻ 9:35. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അവനെ പുറത്താക്കി. അപ്പം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാലേ യേശു കർത്താവ് സംസാരിച്ചത് 12 അതിൽ താഴെ വാക്യങ്ങളെ. ബാക്കി മുഴുവൻ സംസാരിച്ചത് നാട്ടുകാരാണ്. ഇവന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ അങ്ങ് ഇളകി. അപ്പം നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം അവൻ ഉണ്ടായിരുന്നിട്ടും അവനൊന്നുമല്ലാത്തവനായി മാറി. ഇന്ന് ഈ മെസ്സേജ് ചില കുടുംബങ്ങളോട് സംസാരിക്കുകയാണ്. നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ, മുന്നേറാൻ എല്ലാ സാഹചര്യങ്ങളും നിന്റെ മുമ്പിലുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നിന്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല, നിനക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. എവിടെയോ നീ ലോക്കായി പോയി. 2ാമത് കുരുടന്റെ പ്രത്യേകത, അവൻ വേഗത നഷ്ടപ്പെട്ടവനാണ്. കുരുടന്മാർക്ക് വേഗതയുണ്ടോ? പെട്ടെന്ന് കയറി വരാൻ പറ്റുമോ? വളരെ സ്ലോയിൽ മാത്രമേ അവർക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ചിലതിൻ്റെയൊക്കെ വേഗത കുറഞ്ഞവർ, ചിലതൊക്കെ ഇങ്ങനെ എഴയുകയാണ്, മന്ദഗതിയിൽ നീങ്ങുകയാണ്. യേശു തൊട്ടാൽ, ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ കണ്ണ് സൗഖ്യമായി, ഇവൻ ശീലോഹാം കുളത്തിൽ പോയി ഇവന്റെ കണ്ണ് കഴുകി, അവൻ സൗഖ്യം പ്രാപിച്ച് ഇവൻ തിരിച്ചു വരുമ്പോൾ പോയവനെ പോലെയാണോ അവൻ തിരിച്ചു വന്നേ? അവൻ ഇങ്ങനെ തപ്പി തടഞ്ഞ് പോയി, വെള്ളത്തിലിറങ്ങി, കണ്ണ് കഴുകി തിരിച്ചു വരുമ്പോ പോയ സ്പീഡിലാണോ തിരിച്ചു വരുന്നേ? ഇന്ന് പകൽ കർത്താവിന്റെ സ്പർശനം നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. 3ാമതായി, പുതുമ നഷ്ടപ്പെട്ടു. എന്റെ ചോദ്യം, കുരുടന്മാർക്ക് എന്തെങ്കിലും പുതുമയുണ്ടോ? ഇത് പുതിയ ഡ്രസ്സാണല്ലോ, പറയാനുണ്ടോ? പുതിയ വീട് വെച്ചോ, പറയാനുണ്ടോ? കുരുടന്മാർക്ക് എന്നും ഒറ്റ നിറമാണ്. ആ നിറം ഇരുട്ടാണ്. അവന് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അവന് ഒരു പുതുമയില്ല. എല്ലാ ദിവസവും അവൻ ഒരുപോലെ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കഴിഞ്ഞു പോവുക കർത്താവേ. ഇനി എന്റെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഈ കുരുടനെ യേശു കണ്ടു, അങ്ങനല്ലേ ബൈബിളിൽ എഴുതിയേ? യോഹന്നാൻ 9:1 യേശു അവനെ കണ്ടത് കൊണ്ട് ഇപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം പുതുമയുള്ളതല്ലേ? യേശു അവനെ കണ്ടു. That is enough. That is enough. Amen. Yes, Lord. നിനക്ക് ഉറപ്പുണ്ടോ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടോ? Amen. എത്ര പേർ കർത്താവിനോട് പറയും അതിനകത്തെല്ലാം ഉണ്ട്? നഷ്ടപ്പെട്ട ഭാവി തിരിച്ചു വരും, നഷ്ടപ്പെട്ട വേഗത തിരിച്ചു വരും, പുതുമകൾ ഉണ്ടാകും. സമൂഹം നിനക്കെതിരായേക്കാം, കർത്താവിനെ കണ്ടവനെതിരെയും കർത്താവ് കണ്ടവനെതിരെയും സമൂഹം തിരിഞ്ഞേക്കാം. പക്ഷേ പള്ളിക്കാർ പുറത്താക്കിയ സമയം അവനെ
എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നറിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു യേശു അവന്റെ അടുക്കലെത്തി. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്നവനോട് ചോദിച്ചു. എന്നിൽ വിശ്വസിച്ച ഒരുത്തനെ ഞാൻ കൈവിടുകയില്ല. ആരൊക്കെ നിന്നെ പുറത്താക്കിയാലും, ആരൊക്കെ നിന്നെ എതിർത്താലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ വിളിച്ച, നിന്നെ കണ്ടത് ഞാനാണെങ്കിൽ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ, യേശു പറയുന്നു നിന്നെ സൗഖ്യമാക്കിയത് ഞാനാണെങ്കിൽ, എന്റെ കരം നിന്റെ കൂടെയുണ്ട്. Did you know that opening a Mashreq Neo account is as easy as tap, tap, tap? Transfer your salary and start using your account for great welcome rewards. Send money to your loved ones wherever they are in the world. With